വെടിക്കെട്ട് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ചർച്ച തുടങ്ങുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഒളിമ്പിക്സിൽ നടക്കുന്നതുപോലെ വർണ്ണാഭമായ രീതിയിൽ നടത്തണം. വലിയ രീതിയിലുള്ള ശബ്ദം ഒഴിവാക്കി വർണ്ണത്തിന് പ്രാധാന്യം നൽകുമെന്നും മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കി. 10 പേരുടെയാണ് സ്ഥിരീകരിക്കപ്പെട്ട ബോഡികൾ കിട്ടിയത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 29ഓളം പാർട്സുകളാണ്. ആ പാർട്സുകൾ ഇപ്പോൾ DNA ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലത്തെ തെരച്ചിലിൽ ഒരു പുരുഷൻ്റെ തല കിട്ടുകയുണ്ടായി. കാണാതായിരുന്ന ഒരു സുഹൃത്തിൻ്റെതാണ്, ഗിരീഷിൻ്റെതാണ് എന്ന രൂപത്തിലേക്ക് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. കാരണം ഇവരെ എത്ര പേരുണ്ടായിരുന്നു എന്നെല്ലാം രേഖപ്പെടുത്തുന്ന അവിടുത്തെ അവരുടെ രേഖകളും തട്ടിപ്പോയിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആ രേഖകൾ നോക്കിയിട്ട് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അവിടെ ഉണ്ടായിരുന്നവരുടെ മൊഴിയെടുത്തുകൊണ്ടും അവർ പറയുന്നു വെച്ചും കാണാതായവരുടെ ലിസ്റ്റ് പരിശോധിച്ചുമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ആ പരിശോധനയിൽ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ സംഘാടകരിൽ തന്നെ 3-4 പേർ ഇതിനകത്ത് അകപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പൂരത്തിൻ്റെ ഈ വർഷത്തെ വെടിക്കെട്ട് തന്നെ പൂർണ്ണമായി ഒഴിവാക്കി. അതേപോലെ തന്നെ അവിടുത്തെ ആഘോഷങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതിൽ കുടമാറ്റാണ് 2ാമത്തെ ആഘോഷം. അത് സിംബോളിക്കായിട്ട് മാത്രം 15 മിനിറ്റ് നേരം മാത്രം നടന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വളരെ പ്രകടമാണ് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ തുടരുന്നത് ശരിയല്ല എന്നുള്ള പൊതു നിഗമനത്തിൽ എല്ലാവരും യോജിച്ചാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്.